ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് പാടത്തോട്ട് പോയാലോ? നീലും അമ്മയൊക്കെ പാടത്തേക്ക് പോയിട്ടോ. അപ്പം നമുക്കും പോവാം ഗൈസ്. നമ്മളിപ്പം ഇന്നലെ ഫുൾ മഴ പെയ്തുകൊണ്ട് പാടത്ത് നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ പോവാം. വാ ഗൈസ്. ഫുൾ കാറ്റാണ് ഗൈസ്, കാണിച്ചു തരണോ? അതാ ഗൈസ് നീലും അമ്മയും നമ്മൾ കാണിച്ചു തരാം. ഇതാണോ വലിയ വെള്ളം, പക്ഷെ റോട്ടിൽ കൂടെ ഒഴുകുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കുന്ന നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒഴുക്കില്ലേ ഗൈസ്. ഇതെവിടെയാ പോയിട്ട് ചാടുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തോ ഗൈസ്, നീലു കളിക്കുകയാണ്, അമ്മതി എവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ കാണിച്ചില്ല, അതുണ്ടോ അവിടെയാണ് പോയിട്ട് ചാടണം കണ്ടോ. അപ്പം ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ ചൂടുകാലൊക്കെ ആകുമ്പോൾ നല്ല ചൂടുണ്ടാവുമോ അതോ കാറ്റുണ്ടാവുമോ? ഒന്ന് ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്തോ. ഞങ്ങളുടെ ഇതിൽ എന്താണെന്ന് പറയുക, തണുപ്പ് കാലത്ത് ഒടുക്കത്ത തണുപ്പായിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ മഞ്ഞൊക്കെ ജസ്റ്റ് ഒന്ന് മഞ്ഞൊക്കെ വീണിട്ടെന്നാലും ജസ്റ്റ് നല്ല രീതിക്ക് തന്നെ തണുപ്പുണ്ടാവും. പിന്നെ നമ്മുടെ മഴക്കാലത്താണെങ്കിലോ എൻ്റെ പൊന്നെ നല്ല മഴ അതങ്ങോട്ട് പെയ്യും കേട്ടോ. ചൂടുകാലത്താണെങ്കിൽ മുക്കാ ഭാഗം നല്ല കൊടുങ്കാറ്റ് പോലത്തെ കാറ്റും കാൽ ഭാഗം ഇളം ചൂടും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും പറയും, ഹോയ് നല്ല കാറ്റ്, എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ലാന്ന്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലെങ്കിലും ഒരു എപ്പോഴാണ് കാറ്റുണ്ടാവുക വെച്ചാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം കേട്ടോ, ഒരു 2 to 3:30 അത്രയൊക്കെ നല്ല കാറ്റുണ്ടാവും. നല്ല സുഖമാണ് ഗൈസ് പുറത്തൊക്കെ വന്നിരിക്കാൻ. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെയാണോ കാണുന്നുണ്ടോ? അല്ല എന്നെയല്ല ഗൈസ്, അമ്മേനെയും നീലൂനെയും ഇല്ല കാണൂല. അപ്പം നമുക്ക് കുറച്ചുകൂടെ ചിരിച്ചിരിക്കാം കേട്ടോ. കാണുന്നില്ല അല്ലേ? പാടം വ്ളോഗാണ് ഗൈസ്. നീലു ബേബിക്ക് അവിടെ ഇറങ്ങാഞ്ഞിട്ട് അവിടെ ഇറങ്ങിയപ്പെടുന്ന വഴിക്ക് പോകുക, അതാണ് അമ്മ ഇറക്കാത്ത കേട്ടാ. അപ്പോൾ നീലുവിനാണെങ്കിൽ അവിടേക്ക് തന്നെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പാടത്തേക്ക് വന്നപ്പോൾ ഞാൻ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നീലുവിൻ്റെ കളി കേട്ടോ. നീലുവിന് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം ഗൈസ്. ഇവിടെയാണെങ്കിൽ അവൾക്ക് വേണ്ട, ഈ ഒഴുകുന്ന സ്ഥലത്ത് അവൾക്ക് വേണ്ട, പക്ഷെ അവൾക്ക് അവിടെ തന്നെ കളിക്കണം ഗൈസ്. അങ്ങനെ അവൾ കളിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നീലുവിൻ്റെ കുസൃതി ആരംഭിച്ചു ഗൈസ്. അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. കണ്ടോ, നീലുവിന് അവിടെ പോയി നിൽക്കണം. കണ്ടോ നീലുവിൻ്റെ കുറുമ്പ് കണ്ടോ നിങ്ങളെ? ബാബാ 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 നീലു ഇതി വരുന്നു. നീലുവിൻ്റെ കുറുമ്പ് കണ്ടോ നിങ്ങൾ? ഇതാ കണ്ടോ കളിക്കും. നമുക്ക് അവളെ വഴി തെറ്റിക്കാം ഗൈസ്. അവൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങളിപ്പോൾ കണ്ടോ? ഇപ്പം കണ്ടോ അവളെ ഇല കൊടുത്ത് പ്രലോഭിപ്പിക്കുകയാണ് മമ്മി കേട്ടോ. നീലു സ്വിമ്മിംഗ് പൂൾ നീലു ചിരിക്കണം ഗൈസ്. അവളുടെ മുട്ടോളം വെള്ളമുണ്ട്. അപ്പം നീലുവിനൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലേ പ്രശ്നം. പക്ഷെ നമുക്കിത് കാല് മാത്രം ഇട്ടടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നീലു സ്വിമ്മിംഗ് പൂൾ, നീലു ബേബി കളിക്കുന്നു ഗൈസ്. നീലു ബേബി ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി. ആ കാഴ്ച എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. മുങ്ങിയപ്പോഴേക്കാണ് ഞാൻ വീഡിയോ ഓണാക്കിയത് ഗൈസ്. അപ്പോഴേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കണ്ടോ നീലു ബേബിക്ക് ഇതൊക്കെയാണ് കുറുമ്പ് കേട്ടോ. അമ്മ മൊത്തം നനഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മുഖത്ത് നേരെ നമുക്ക് കാണാൻ പറ്റും. അമ്മ അത്രയും കുഴങ്ങി. ഇവിടെ ഒരു 100 തവണ ഇവിടെ ഇങ്ങനെ കേട്ടിച്ചിങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. രണ്ടപ്പം മുങ്ങൂട്ട് ഗൈസ്. മുങ്ങിയില്ല പക്ഷേ ഗൈസ്. ഇനി നീലു ബേബിയുടെ എൻട്രി ആണ് ഗൈസ്. നീലു ബേബി മാസമായിട്ട് ഇറങ്ങി വരും കേട്ടോ. അറിഞ്ഞുകൂടാ മാസമാകുമോ നല്ലതെന്ന്. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് വഴിക്കുക, അതാണ് എന്നെ അവിടെ ജസ്റ്റ് ഒന്ന് വഴിക്കുക, അതാണ് ഞാൻ മാസം എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം നമുക്ക് അത്ര മാസം കിട്ടിയില്ല. അമ്മേ ഞാൻ ടയേർഡായിരിക്കണതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇത് ഞാൻ എന്നിട്ട മൈലാഞ്ചി കേട്ടോ, കാണിച്ചിടാൻ മറന്നുപോയി. ഹാപ്പി ഓണമെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പൂവില്ല കുറച്ച് ചെറുതാക്കിയിട്ടു. അല്ലെങ്കിലും ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ, വലിപ്പമുള്ള സാധനങ്ങൾ ചെറുതാക്കിയിടും. ചെറുതായിട്ടുള്ള സാധനങ്ങൾ ഒരു കുത്തൊക്കെ ഉണ്ടാവില്ല, അതിനെ നമ്മുടെ ഭൂമിയുടെ അത്ര വലുപ്പത്തിൽ ഞാനിടും. അതാണ് എൻ്റെ സ്വഭാവം ഗൈസ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഈ പൂ നല്ല വലുതാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ സ്പേസ് നമുക്ക് തോന്നുന്നല്ലേ അല്ലേ? ഹാപ്പി ഓണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാപ്പി ഓണമൊന്നും ആയിട്ടില്ല, ഓണമൊന്നും ആയിട്ടില്ല, ആവാരാവണല്ലേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും ഇതാക്കണം ഈ പൂ ഒഴികെ. പക്ഷേ ഞാൻ വൃത്തിയിൽ എഴുതാൻ പഠിച്ചു കേട്ടോ. അപ്പം ഗൈസ് അവരവിടെ ലാൻഡ് ചെയ്ത് തോന്നുന്നുണ്ട് കേട്ടോ. ലാൻഡ് ചെയ്തിട്ടോ ഇതൊക്കെ പറയുമ്പോൾ ചിരി വരിക ഗൈസ്. നീലുവിൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു പാടേ കാണാനുള്ളൂ കേട്ടാ. കണ്ടോ, അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇവിടെ മഴയാണെങ്കിൽ മഴയോട് മഴയായിരിക്കും. എന്നാൽ ഇതാണെങ്കിലോ തണുപ്പാണെങ്കിലോ തണുപ്പോട് തണുപ്പായിരിക്കും. ഭാഗ്യത്തിന് ചൂടാകുമ്പോൾ ചൂടോട് ചൂടില്ല.
അതിന് പകരം നമുക്ക് കാൽ ചൂടും ബാക്കിയൊക്കെ കാറ്റുമാണ് ദൈവം ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്നത് ഗൈസ്. അങ്ങനെ അവർ വീണ്ടും അമ്മ ഇങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുണ്ട് നീലുബേബിനെ. അപ്പോൾ അവളുടെ തനി സ്വഭാവം പുറത്തു വരും. ഓ, അവർ വീട്ടിൽ പോവുകയാണോ ഗൈസ്? അപ്പം നറ്റാ ദേ വരുന്നു താരം. പകുതി എത്തിപ്ലേക്ക് അവൾക്ക് എന്നോ മടുത്തു പോകുന്നുണ്ട്. അവൾ നേരെ കിടാൻ്റെ കയറിയിട്ടോ ഗൈസ്. എത്ര തവണ അങ്ങനെ ആക്കണം എന്ന് ദൈവത്തിനെ അറിയുണ്ടാവും. അതാ കയറുന്നു ഗൈസ് ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ. എനിക്കിതൊക്കെ ഫസ്റ്റ് മൊമെൻ്റാണ് ഗൈസ്. കാരണം എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അനിയത്തിയല്ലേ അവള്. ഇതൊക്കെ അപ്പം അങ്ങനെ അടി പൊന്തൊക്കെ വെട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയറായി കാണുമായിരുന്നു. എന്ത് ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഗൈസ്. നമുക്ക് നിന്ന് നോക്കാം. നീലിൻ്റെ തലി എവിടെയോ കാണണ്ട. തലയാ മനസ്സിലാ നീലുബേബിനെ അല്ല കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ കാണുന്നില്ലേ. ഇതാണ് എന്നോട് ഗൈസ് എൻ്റെ അമ്മ പറയുന്നത് വീട്ടിലേക്ക് നടക്കണതാണ്. ഓ, എനിക്കൊരു മൂടുമില്ല. കാരണം ഇവിടെ അങ്ങനെ ഇരുന്നപ്പോഴേ നല്ലൊരു സുഖം തോന്നി. കണ്ടോ, ഞാൻ ഇവിടുത്തെ ചുറ്റും കാണിച്ചു തരാട്ടോ. ഫൈനലി നീലുബേബിനെ ഇങ്ങനെയൊക്കെ അമ്മ പിടിച്ചുകൊണ്ട് പോവാണ് ഗൈസ് വീട്ടിലോട്ട്. കാണിച്ചു തരാം എൻ്റെ ഗൈസ്. നീലുബേബിനെ ഇങ്ങനെയൊക്കെ വീട്ടിലോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ് അമ്മ. ഞാൻ പോണെങ്കിൽ അവൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ ആദ്യം പോകണം ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെ കണ്ണ് തെറ്റിച്ചിട്ട് ആണ് ഇതാക്കി. കണ്ടോ ഗൈസ്, നീലു വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട് ഗൈസ്. നീലു യെസ് മുങ്ങിനി വരിക ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്തിട്ടാ.